حبيبي سلام يا رسول وسلام روحي فدا يا حبيبي سلام. ടി എച്ച് ദാരിമി ആദ്യമായിട്ട് ടി എച്ച് ദാരിമി മൈക്കിൾക്കേണ്ട മുന്നോട്ട് സഹോദരന്മാരോട് ഒരു കാര്യം പറഞ്ഞത്, അത് ഇവിടെ മ്യൂസിക്കല്ല കേട്ടോ, അത് അള്ളാഹു വിരോധിച്ച രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാടിയ പാട്ടല്ല. അത് സുന്നത്തായ ദഫ് ഉണ്ടല്ലോ, ദഫ്, ആ ദഫ് മുട്ടിയതാണ്. പിന്നെ അങ്ങനെ എന്റെ ഇടയിൽ കൂടെ എന്നൊക്കെ ഒച്ച കേൾക്കണില്ലേ, ഇങ്ങനെ അതൊക്കെ തൊള്ളോണ്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കണം. നിങ്ങളെ പറഞ്ഞ അത് തന്നെ അങ്ങനൊക്കെ സാധിക്കൂലല്ലേ. ദഫ് ഇങ്ങനെ മുട്ടിങ്ങനെ പുറമേ തൊള്ളോണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ, വായ കൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിലെ തൊള്ളോണ്ട് ഇങ്ങനെ കാട്ടി കൂട്ടാണ് ഇങ്ങനെ, അങ്ങനെയാണ്. അതുകൊണ്ട് അതാരും ഇതാരും ബേജാറാവേണ്ട ആവശ്യമില്ല. ഏതായാലും ശരി, ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളൊന്നും അതിൽ ഇല്ല. ബഹുമാനപ്പെട്ട ടി എച്ച് ദാരിമിന്റെ ഐഡിയ ഏതാണ്? ഐഡിയ മറ്റേ അദ്ദേഹം റൈസാൻ ചെയ്തിട്ടില്ലല്ലോ. ടി എച്ച് ദാരിമി ഞാൻ ഈ പറഞ്ഞത് റോട്ടിട്ടുണ്ടോ? അവിടെ കിടക്കണ്ട നോക്കണേ. ടി എച്ച് ദാരിമി റൈസ് ഹാൻഡ് ചെയ്യണം. ടി എച്ച് ദാരി ഇപ്പൊ ഇവിടെ ആർക്കും മുന്നോട്ടില്ല. ടി എച്ച് ദാരിമി മസ്നവി എവിടെയാണ്? ടി എച്ച് തയ്യാറായിട്ടുണ്ട്. എന്താണ് അത് ശരി, ജലീൽ അടപ്പറ്റായിട്ടില്ല. അത് ശരി, അറിയില്ലോ. അത് ശരി, എന്നാ ഓക്കെ, നിങ്ങൾ മൈക്കിൽ വരി. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിന്റെയും ഇഷ്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെയും ഭാഗമായി നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പരിപാടികളുടെ ഉദ്ദേശശുദ്ധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിനെയും മഹബ്ബത്തിനെയും വർദ്ധിപ്പിച്ചെടുക്കുവാനും നമ്മുടെ മനസ്സുകളിൽ ഊതിക്കാച്ചിയെടുക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിപാടിയിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നബിയെ സ്നേഹിക്കുകയും അവരുടെ അപാരമായ സഹായങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവസാനം അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറുൻ അലാ നൂർ എന്ന പ്രവാചക ജന്മദിന ആഘോഷ ക്യാമ്പയിനിൽ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും സ്നേഹസമ്പന്നമായ സ്വാഗതം നേരുകയാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തരായ ഉലമാക്കൾ, പ്രസംഗകന്മാർ, പ്രഭാഷകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിലാണ് ഈ നൂറുൻ അലാ നൂർ എന്ന ഈ ക്യാമ്പയിൻ പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ആത്യന്തികമായി ഈ പരിപാടികളുടെ ലക്ഷ്യം. മഹാനായ നബിയെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
ഒന്നിനെ നാം ശരിക്ക് അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ മഥിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും അതിനോട് നമുക്ക് വല്ലാത്ത ഒരു ഇഷ്കുണ്ടായിത്തീരും. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നു. ഉദാഹരണമായി അത് പഠിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്നത് അയാളിൽ നിന്ന് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവമോ ഉണ്ടായതിന്റെ പേരിലായിരിക്കാം. പക്ഷേ അയാളെ പറ്റി പഠിച്ചു വരുമ്പോൾ അയാള് നമ്മൾ ഉദ്ദേശിച്ച അത്ര നിലവാരമുള്ള ആളല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ അയാളോട് നമുക്കൊരു വെറുപ്പാണ് തോന്നുന്നത്. അയാള് സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത്. ജനങ്ങളെ മുമ്പിൽ അയാൾക്ക് ഒരു മുഖം, അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ അയാൾക്ക് വേറൊരു മുഖം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അയാളോട് നമുക്ക് ഒരു വെറുപ്പാണ് തോന്നുക, ഒരു മതിപ്പല്ല, ഒരു സ്നേഹമല്ല തോന്നുക. ഇതേ അർത്ഥം തന്നെയാണ്, ഇതേ ഉദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ഉദാഹരണം തന്നെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും നമ്മൾ ഉപയോഗിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അടുത്തറിഞ്ഞു പഠിക്കും തോറും നമ്മൾ കണ്ട നബിയേക്കാൾ തെളിച്ചമുള്ള ഒരു നബി അതിന്റെ അപ്പുറത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതാണ് നബിയുടെ പ്രത്യേകത. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ കക്ഷിയെ ഗ്രഹിക്കും തോറും നമുക്ക് അയാളോട് വെറുപ്പുണ്ടാകുന്നത് പോലെ തന്നെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കും തോറും അടുത്തറിയും തോറും നമുക്ക് ഇഷ്ക് വർദ്ധിച്ചു വരും. ഇതാണ് ഈ മദ്ഹ് പറയുന്നതിന്റെ ടെക്നോളജി. അതാണ് മദ്ഹ് പറയുന്നത്. മൗലിദ് പാരായണം ചെയ്യുന്നതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വിവാദങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെ സംബന്ധിച്ച് അഭിനന്ദരായ KICR-ലെ ഉസ്താദുമാർ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ കിതാബ്, ഇബാറത്ത്, തെളിവുകൾ, ഉദ്ധരണം അതൊന്നും പറയുന്നില്ല. ഞാനിപ്പോ പറയുന്നത് അതിന്റെ ഒരു മനഃശാസ്ത്രമാണ്. നമ്മൾ മദ്ഹ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മദ്ഹാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചേക്കാം, നിങ്ങൾ അറബി അറിയാത്ത ആൾക്കാർ അറബിയിൽ മൗലിദ് ഓതിയിട്ട് എന്താണ് മദ്ഹ് എന്ന് നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാകുമോ? അല്ല, ഞാനിപ്പോ ചെയ്യുന്നൊരു മദ്ഹാണ് എന്ന ഒരു തോന്നലോടുകൂടെ നമ്മൾ ആ അറബിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും അതിൽ കേൾക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുമ്പോഴൊക്കെ തന്നെയും നമ്മുടെ മനസ്സിന് മാനസികമായ ഒരു അഭിനിവേശം ഉണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും. ആ സ്നേഹമാണ് സത്യത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വിശാല ഹൃദയം കാണിക്കുന്നില്ല പല സഹോദരങ്ങളും എന്നത് ഖേദകരമാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ എന്ത് ദുആ ചെയ്യാനാണ്? അപ്പോ നൂറിനല നൂറിന്റെ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് ഇത്രമാത്രം വലുതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, എന്റെ പ്രസംഗത്തെ പറ്റി മാത്രം പറയുകയല്ല, നമ്മൾ ഉദ്ഘാടന ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ വിഷയങ്ങളും സാഗൂതം കേട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ചോദിക്കാം എന്ന് അഭിനന്ദനായ നൂർ ഫൈസി പറയുന്നുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറയാൻ, ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയുന്ന പണ്ഡിതന്മാർ നമുക്ക് തീർച്ചയായും ഓൺലൈനിലുണ്ട്. അതുകൊണ്ട് അതിന് ഉത്തരവും പ്രതീക്ഷിക്കാം. ചോദ്യം ഉത്തരം എന്നതിന്റെ അപ്പുറം വേറെ ഒരു മാനസിക തലമായിരുന്നു. നിങ്ങൾ സജീവമായി ശ്രദ്ധിക്കുക. അങ്ങനെ സജീവമായി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ് ഉണ്ടായത് എങ്കിൽ അത് ഒരു സോഴ്സ് ഓഫ് റിസോഴ്സ് എന്നതിന് പറയാം. അതായത് ഒരാളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായാൽ അയാൾ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങും. ആ അന്വേഷണത്തെ പഠനം എന്നാ പറയുക. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംശയം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം അപ്പൊ നമ്മൾ ഇൽമ് തേടാൻ ഒരു പ്രേരകമായി തീരുന്നത്. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും തെളിഞ്ഞ മനസ്സോടുകൂടെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ തീർച്ചയായും മഹാനായ നബിയോടുള്ള സ്നേഹം അതുണ്ടാക്കി തീർക്കും. നബിയോടുള്ള സ്നേഹം കൊണ്ട് എന്ത് കിട്ടാനാണെന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ വയലിൽ പറയേണ്ട ആവശ്യമില്ല, പ്രസംഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്നേഹം കൊണ്ടേ എന്തെങ്കിലും കിട്ടൂ. മഹാനായ നബിയെ സ്നേഹിച്ചാൽ മാത്രമേ നബിയിൽ നിന്നുള്ള കാരുണ്യവും സഹായവും എല്ലാം നമുക്ക് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് KICR-ന്റെ ഈ പരിപാടിയുടെ ക്യാമ്പയിനിന്റെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി
പ്രകൃതിയുമായി, അതായത് പ്രകൃതി സ്നേഹിയായ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലുള്ള ഒരു വിഷയമാണ് എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ആമുഖത്തിൽ നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം അത്ര സരളമായി പറയാവുന്ന ഒരു വിഷയമല്ല. സത്യത്തിൽ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് വായിക്കേണ്ടതുണ്ട്, ഒരുപാട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള കഥകളും ചരിത്രങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും ഒക്കെ പറയുമ്പോൾ നബിയുടെ സ്വഭാവം, നബിയുടെ കുടുംബജീവിതം, നബിയുടെ മക്കള്, ഭാര്യമാര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒഴുക്കിലേക്ക് ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും പോകൂല. കാരണം ഇത് അത്രയും വളരെ 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 ആഴത്തിലിറങ്ങി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും അതിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഒരു പഠനത്തിനുള്ള തൗത്തിയത്ത് എന്ന അർത്ഥത്തിൽ ഞാൻ അത്രേ അതിനെപ്പറ്റി അവകാശപ്പെടുന്നുള്ളൂ. ആ വിഷയത്തെ പറ്റി ഒരു പഠനം ഞാൻ അവതരിപ്പിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അതിൻ്റെതായ ക്ഷീണമുണ്ട്, അതിൻ്റെതായ കുറവുകളുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. അതേസമയം അങ്ങനെ ഒരു വിഷയം പഠിക്കാനുള്ള ഒരു ഹേതുകമായി തീരാവുന്ന ക്രമത്തിൽ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ഞാൻ ഇവിടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിച്ചു മനസ്സിലാക്കി അത് വെച്ചുകൊണ്ട് തന്നെ ഈമാൻ ഖലാസിയത്താക്കുന്ന, ദുനിയാവിലെ ജീവിതം വിജയിപ്പിച്ചെടുക്കുന്ന, പാരത്രികമായ പരമമായ വിജയത്തിൽ എത്തിച്ചേരുന്ന സൗഭാഗ്യവാന്മാരായ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മെ കേൾക്കുന്ന എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു എന്തിനു വേണ്ടിയാണ് പറഞ്ഞയക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ മലക്കുകളെ മുമ്പിൽ വെച്ച് പ്രസ്താവിച്ചതായി നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ആ ആയത്തുകൾ മനഃപ്പാഠമാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് മലക്കുകളോട് പറഞ്ഞ ഇതാണ്, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കാൻ പോകുന്നു. നമ്മൾ പ്രസംഗത്തിൽ എപ്പോഴും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് പ്രാതിനിധ്യം എന്നീ വിഷയങ്ങളാണ്. സത്യത്തിൽ അത് മാത്രമല്ലല്ലോ. അള്ളാഹു പറയുന്നത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കാൻ പോവുകയാണ്. അവിടെ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയാണ്. ഭൂമിയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്ന, ഖിലാഫത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം മനുഷ്യന് നിർവഹിക്കാനുള്ളത് ആകാശത്തല്ല, മഹ്ശറയിലല്ല, സ്വർഗത്തിലല്ല, നരകത്തിലല്ല, ഖബറിലല്ല, അത് ഭൂമിയിലാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭാഷാപരമായി തന്നെ നമുക്കറിയാം, ഫിൽ അർളി എന്ന് പറയുമ്പോൾ ലർഫാണ്. ലർഫ് അത്രമാത്രം പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഭൂമിയിലുള്ള പ്രാതിനിധ്യം, വേറെ എവിടെയുള്ള പ്രാതിനിധ്യമല്ല, ഭൂമിയിലുള്ള പ്രാതിനിധ്യം. അപ്പം പ്രാതിനിധ്യം വഹിക്കുക, അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിക്കുക എന്ന് പറയുന്ന അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ഭൂമിയിൽ എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് ഭൂമിയുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ, ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഖലീഫയാകാൻ കഴിയൂ, നമുക്ക് അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും പ്രധാനമാണ് എന്ന് വന്നു. ഒന്ന്, നാം അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്നത് പ്രധാനമാണ്. രണ്ടാമത്തേത്, നമ്മുടെ പ്രാതിനിധ്യം നമുക്ക് നിർവഹിക്കാനുള്ളത് ഭൂമിയിലാണ് എന്നതും പ്രധാനമാണ്. ഈ രണ്ട് കാര്യവും, ഭൂമി എന്ന് പറയുന്ന ലർഫിൽ മനുഷ്യന് അള്ളാഹുവിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അള്ളാഹു നൽകുന്ന ഒരു മാർഗദർശനവും സഹായവുമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം, നമ്മളൊരു ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്താ ഭൂമിയെ പറ്റി പറയാനുള്ളത്, എന്താ പ്രകൃതിയെ പറ്റി പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാമിൽ അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. ഇസ്ലാം മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കാൻ സഹായിക്കുന്നു, ഭൂമിയിൽ ആ പ്രാതിനിധ്യം നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു, തയ്യാറാക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ ഭൂമി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ അവന്റെ പ്രാതിനിധ്യം നിർവഹിക്കാനുള്ളത് ഭൂമിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്.
നാം അധിവസിക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയും ആ ഭൂമിയിലെ ഓരോ ഘടകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ കണിശമായ ചില കണക്കുകളോട് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ഖമറിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ. ഒക്കെ നാം വളരെ കൃത്യമായ ഒരു കൃത്യതയോടുകൂടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെറുതെ ഇങ്ങോട്ട് വാരി വലിച്ച് കുറെ മണ്ണും കുറെ പാറയും കുറെ വെള്ളം ഒക്കെ പാടങ്ങോട്ട് JCB കൊണ്ട് വലിച്ചു കൂട്ടുമ്പോൾ അങ്ങോട്ട് വലിച്ചു കൂട്ടി അതിന്റെ മുകളിൽ മരം മുളച്ചുണ്ടായതല്ല ഭൂമി എന്ന് പറയുന്നത്. വളരെ കൃത്യമായ ഒരു കണക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്യായം അൻ-നംലിലെ 88-ാമത്തെ ആയത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. സുൻ അല്ലാഹ് അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ. എല്ലാ കാര്യവും വളരെ കൃത്യതയോടുകൂടെ ബലിഷ്ഠമായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായ എല്ലാ ഘടകങ്ങളും, ഭൂമിയും ഭൂമിയുടെ എല്ലാ ഘടകങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്യമായൊരു പ്രൊപ്പോർഷൻ അതിനുണ്ട്, കൃത്യമായൊരളവുണ്ട്. ഉദാഹരണമായി അതിന് കണക്കുകളുണ്ട്, സയന്റിഫിക് ആയ ഒരുപാട് കണക്കുകളുണ്ട്. ആ കണക്കുകളിലേക്കൊക്കെ പോകാൻ നമുക്ക് എന്തായിരുന്നാലും ഈ സമയത്ത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഈ ഭൂമിന്റെ വലുപ്പം ഇതിങ്ങനെ ഉരുട്ടിയപ്പോ ഇത്രയായി പോയതാണ് എന്ന് കരുതാൻ പാടില്ല. മറിച്ച് ഈ വലുപ്പത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ വലുപ്പത്തിനേക്കാൾ ചെറുതായിരുന്നു ഭൂമിയെങ്കിൽ ഖുവ്വത്ത് ജാസിബിയ എന്ന് പറയുന്നത്, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് മതിയാവില്ലാത്ത ഒരു സാഹചര്യം വരും. അതിൻ്റെതായ കോൺസിക്വൻസസ് എല്ലാം അതിനുണ്ട്. ഭൂമി ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലുതായിരുന്നുവെങ്കിൽ അമിതമായ ഗുരുത്വാകർഷണ ബലം ഉണ്ടായി ജീവൻ അപകടപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ എത്ര ഡിഗ്രിയാണോ ചരിഞ്ഞു നിൽക്കുന്നത്, ആ ചെരുവിൽ നിന്ന് 1 ഡിഗ്രി കൂടി അധികം ചരിഞ്ഞാൽ ഭൂമി മുഴുവൻ തണുത്തുറഞ്ഞ് ഒരു ഐസ് കട്ടയായി തീരും. അതിൽ നിന്ന് ഒരു ഡിഗ്രി ഉയർന്നു കഴിഞ്ഞാൽ അത് താപത്തെ വഹിക്കാൻ കഴിയാതെ അത് ഉരുകിപ്പോകും. വളരെ കൃത്യമായ സുബ്ഹാനല്ലദീ അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ബിഹസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖദ്ദറ ഫഹദ. അല്ലാഹു എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രമാത്രം അന്യൂനമായ നിലക്ക്, ശാസ്ത്രീയമായ നിലക്ക്, വളരെ കൃത്യമായ കണിശമായ കണക്കുകളോടുകൂടെ, കാൽക്കുലേഷനോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഭൂമി. എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ ഒരു കൃത്യമായ കണക്കോടുകൂടെ തന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? ഇത് വെറും ഒരു മൺകൂനയായാൽ മതിയായിരുന്നില്ലേ? ഏതായാലും മനുഷ്യന്മാർക്ക് വളരെ കുറഞ്ഞ കാലാണല്ലോ ഇവിടെ ജീവിക്കാനുള്ളത്. അതിന് ജീവിക്കാൻ എന്തിനാപ്പത്ര വലിയൊരു കാൽക്കുലേഷനോട് കൂടിയുള്ള, വലിയൊരു എഞ്ചിനീയറിംഗോട് കൂടിയുള്ള ഒരു സൃഷ്ടിപ്പ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്യപാരമായ കാൽക്കുലേഷനുകളിലൂടെ, ഈ എഞ്ചിനീയറിംഗുകളിലൂടെ അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുകയാണ്. അള്ളാഹു എന്ന ചിന്തയിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വെള്ളം, വായു, ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പറയുന്നിടത്ത് വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും ചേർന്നുകൊണ്ടാണ് വെള്ളം ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പറയുന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെയാണ് ഈ അർത്ഥത്തിൽ അതിനെ രണ്ടിനെയും കൂട്ടിച്ചേർക്കാൻ കഴിയുക അതിന്റെ കെമിക്കൽ ടെക്നിക്ക് അല്ലാഹു പറയുന്നില്ല. അതൊന്നുമല്ല പറയുന്നത്. മറിച്ച് വെള്ളം എന്ന് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്, ഈ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. കാരണം എന്താണ്? ഈ അനുഗ്രഹങ്ങളുടെ വിധാതാവ് ആരാണ് എന്ന് കണ്ടെത്തുകയും ആ വിധാതാവിന് അടിമവേല ചെയ്യാനും അവനെ അനുസരിക്കാനും നീ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു വെള്ളത്തിന് നൽകിയ പ്രത്യേകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഖുർആനിൽ ഉടനീളം അത് ഓർമ്മപ്പെടുന്നത്, മനുഷ്യനെ ചിന്തിപ്പിക്കാൻ. അപ്പം ഇത്രയും കൃത്യമായ ഒരു കണക്കോടുകൂടി അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്.
രണ്ടാമത്തേത്, ഈ ലോകത്ത് മനുഷ്യന് പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതാകാൻ വേണ്ടിയാണ്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നുകൂടി അത് പറയാം. ഒന്നാമത്തേത് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. നോക്കാം, ഖുലിൽ നുറൂ മാദാ ഫിസ് സമാവാതി വൽ അർളി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ പറയുകയാണ്, ആകാശഭൂമികളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റായത്തുകളിൽ പറയുകയാണ്, മറ്റൊരു സൂറത്തിൽ പറയുന്നു, അഫലം യൻദുറൂ ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എങ്ങനെയാണ് ആകാശത്തെ നാം പടുത്തുണ്ടാക്കിയിരിക്കുന്നത്? കണ്ടോ, ആകാശത്തെ നമ്മൾ പടുത്തു എന്നാണ് പറയുന്നത്, നാം നിർമ്മിച്ചു എന്നാ പറയുന്നത്. ഇപ്പോ ആധുനിക ശാസ്ത്രം പറയുന്നത് ആകാശം എന്ന് പറയുന്ന നമുക്ക് തൊടാൻ പറ്റിയ ഒരു സാധനം ഇല്ല സത്യത്തില്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ നീല നിറം. ആ തോന്നലിനെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നതെന്നാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ബനൈനാഹ, അതിനെ നാം ഉണ്ടാക്കി. നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു കട്ട വെച്ച്, ഒരു ഇഷ്ടിക വെച്ച്, സിമെന്റ് വെച്ച് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ ആയത്തിൽ അള്ളാഹു ആകാശത്തെ സംബന്ധിച്ചും അതിന്റെ നിർമ്മിതിയെ സംബന്ധിച്ചും പറയുകയാണ്. അതിന്റെ അന്യൂനമായ നിർമ്മിതി എന്ന് വെച്ചാൽ വല്ലർള മദദിനാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് ഭൂമി, രണ്ട് അതിലെ പർവ്വതങ്ങൾ, മൂന്ന് അതിലെ സസ്യലതാദികൾ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തിനെന്നറിയാമോ? എന്തിനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? തബ്സിറതൻ വസിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. അള്ളാഹുവിനോട് ചെയ്തു കൂട്ടിയ ധിക്കാരങ്ങളുടെ കാര്യത്തിൽ പശ്ചാത്തപിക്കാൻ കഴിയുന്ന അവന്റെ എല്ലാ അടിമകൾക്കുമുള്ള ഒരു ഉപദേശവും ഒരു ഉറുദിയും ഒരു ഉദ്ബോധനവും എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വനസ്സൽനാ മിനസ് സമാഇ മഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. അള്ളാഹു മഴയെപ്പറ്റി പറയുകയാണ് ഈ ആയത്തിൽ. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നളീദ്. ഈന്തപ്പനയെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, റിസ്ഖൻ ലിൽ ഇബാദ് വഹയനാ ബിഹി ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല, ഭൂമി പ്രകൃതിയുടെ ഭാഗമായിട്ട് പറയപ്പെടുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് ഭൂമി മാത്രമല്ല, ആകാശം മാത്രമല്ല, മഴ മാത്രമല്ല, അത് മനുഷ്യന്റെ ഓൾ കൈൻഡ് ഓഫ് സറൗണ്ടിങ്സ്, അവന്റെ എല്ലാ ചുറ്റുപാടുകളും, അവന്റെ ചുറ്റുപാടുകളെല്ലാം, അവന്റെ ചുറ്റുപാടിലെ വായു, അവന്റെ വൃത്തി, അവന്റെ കയ്യിലെ വൃത്തി, അവന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലെ അഴുക്ക്, ഇതൊക്കെ അവന്റെ പ്രകൃതിയാണ്. ആ പ്രകൃതി അവന്റെ ചുറ്റുപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ്. എന്തിനാണ് അള്ളാഹു ഇത്രയും അന്യൂനമായി, ഇത്രയും സമ്പന്നമായി, ഇത്രയും ഇത്രയും എഞ്ചിനീയർ, അതായത് റേഷണൽ ആയിട്ട്, അത്രയും ബുദ്ധിപരമായിട്ട് ഇതിനൊക്കെ ഉണ്ടായതെന്നറിയാമോ? അത് ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു, അഫലം യൻദുറൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമെല്ലാം ഇവിടെ സുഖസന്തോഷത്തോടുകൂടെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വെറും പ്രതിനിധികളല്ല, ഭൂമിയിലെ പ്രതിനിധികളാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാതിനിധ്യം നിർവഹിക്കേണ്ടത് നാം ഭൂമിയിലാണ്. ഭൂമിയിൽ നാം പ്രാതിനിധ്യം നിർവഹിക്കുമ്പോൾ, അതിന് ഭൂമി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഭൂമി അതുകൊണ്ട് തന്നെ നിലനിർത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. ഭൂമി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് ആരെങ്കിലും നോക്കിക്കോട്ടെ, അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല. ഭൂമിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് കൈമലർത്താൻ നമുക്ക് പറ്റില്ല. കാരണം ഭൂമി നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒതുക്കി തന്നിരിക്കുന്നത്, തസ്ഖീർ ചെയ്ത് തന്നിരിക്കുന്നത് രണ്ടു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഭൂമിയുടെ അന്യൂനമായ ശാസ്ത്രീയമായ അതിന്റെ സൃഷ്ടിപ്പ് ചിന്താവിഷയമായി മനുഷ്യൻ എടുക്കുവാൻ വേണ്ടിയും അങ്ങനെ അള്ളാഹുവിൽ എത്തിച്ചേരാൻ വേണ്ടിയും ഒന്ന്. രണ്ടാമത്തേത്, നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ സുഖകരമാകാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ചൂട്, നമ്മുടെ തണുപ്പ്, നമ്മുടെ മഴ, നമ്മുടെ വെയില്, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ സസ്യങ്ങൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഉണ്ടാവണമെങ്കിലോ ഭൂമി ഇല്ലാതെ കഴിയുകയില്ല. അതിന് സയന്റിഫിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പം ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമി. ആ ഭൂമിയെ പരിപാലിക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഖലീഫയുടെയും ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ഖലീഫയായ ഓരോരുത്തന്റെയും ബാധ്യതയാണ് അത്. പിന്നെ അവര് മുസ്ലിങ്ങളായി ആയില്ല എന്നുള്ളതിനേക്കാൾ പ്രധാനം അവൻ ഖലീഫയാണോ അല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഓരോ ഖലീഫയുടെയും തന്റെ ഖിലാഫത്ത് നിർവഹിക്കാൻ അത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് അപ്പൊ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് നമ്മൾ ചിന്തിക്കണം. ഭൂമിയെ സംരക്ഷിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യാനും ശ്രദ്ധിക്കാനും പക്ഷേ നമുക്ക് അറിയില്ല, നമുക്ക് കഴിയില്ല. നമുക്ക് ഇപ്പൊ അടുത്തേ ഓരോ കാലം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഉദാഹരണമായി ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറയാം. ഇപ്പോ ഈ അന്തരീക്ഷത്തിലെ താപം വർദ്ധിച്ചു വരികയാണ് എന്ന് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ പ്രകൃതിയാലുള്ള മറ്റു ചില കാരണങ്ങൾ കൊണ്ട്, ആ കാരണങ്ങളൊക്കെ സയൻസ് പറയുന്നുണ്ട്. ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മിഥെയിൻ, നൈട്രസ് തുടങ്ങിയ തുടങ്ങിയ വാതകങ്ങൾ, ഹരിതഗ്രഹവാതകങ്ങൾ, അവയുടെ അന്തരീക്ഷത്തിലെ അളവ് വർദ്ധിക്കുകയും പിന്നെ അങ്ങനെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂടിന്റെ പ്രതിഫലത്തെ അത് തടയുകയൊക്കെ ചെയ്യുന്ന ഇതിനാൽ ഉണ്ടാകുന്നതാണ് ശരിക്കും പ്രകൃതി ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ വല്ലാത്ത ഒരു മാറ്റം നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ ഭൂമിയിലും നമ്മുടെ ഉൽപാദന മേഖലയിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരുപാട് വിശദമായ കണക്കുകളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പൊ മാത്രമേ അറിഞ്ഞത്. ഇപ്പൊ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ബ്രാഞ്ച് വന്നു. അപ്പൊ അതിന്റെ പേരിൽ പഠനങ്ങൾ നടന്നു. അപ്പൊ ശാസ്ത്രജ്ഞന്മാരുണ്ടായി. അപ്പൊ നമുക്ക് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ, നമ്മൾ ഇന്നത് ചെയ്തതുകൊണ്ട്, നമ്മൾ കാറിൽ പെട്രോൾ അടിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാറിലെ പെട്രോൾ കത്തുന്നത് കൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ അടുത്താ മനസ്സിലായത്. അപ്പൊ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം നമ്മൾ സ്വന്തമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് ഒരുപാട് സമയം പിടിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തെ അവസാനത്തെ ഒരു വാക്ക് പറയാൻ കഴിയുക ലോകത്തെ അവസാനത്തെ ശാസ്ത്രജ്ഞൻ മാത്രമാണ് എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തം ചിന്തയുമായി പോകാൻ ശ്രമിക്കുന്നതിലേറെ നല്ലത് പിന്നെ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും അടുക്കിലേക്ക് പോകലാണ്. കാരണം എന്താണ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സത്യസമ്പൂർണമായ ഒരു മതമാണ്. അതൊരു ജീവിത വ്യവസ്ഥയാണ്. അതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് നിഹായത്ത്, നിഹായത്തല്ല നിഹായിയത്ത്. അതായത് ഈ ലോകത്തിന് അള്ളാഹു നൽകുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഏറ്റവും അവസാനത്തെ നിയമങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും അവസാനത്തേതാണ്. രണ്ടാമത്തേത് ഉമൂമിയത്ത്, അത് സാർവജനിക, അതായത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്, സർവസ്പർശിയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു നിസ്കാരം അതെങ്ങനെ നിസ്കരിക്കണം, അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അള്ളാഹു എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു, റസൂൽ എങ്ങനെ നിസ്കരിക്കാൻ കാണിച്ചു തന്നു, അങ്ങനെയാണല്ലോ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ധൈര്യസമേതം പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നത് പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് നേരെ പരിശുദ്ധ ഖുർആനിലേക്ക് പോയാൽ മതി. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മഹാനായ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോയാൽ മതിയാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവരുടെ ജന്മദിനത്തിന്റെ ഭാഗമെന്നോണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പൊ നമ്മൾ തൽക്കാലം ഖുർആനിന്റെ ഭാഗങ്ങളിൽ നിന്ന് തൽക്കാലം മാറി നിന്നുകൊണ്ട് നമ്മൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വരികയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് വന്നിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തെ പ്രയാസരഹിതമാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
ഈ മൂന്ന് വിശേഷണങ്ങളും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു വിഷമം വരുന്നത്, നിങ്ങൾക്കൊരു കഷ്ടപ്പാട് വരുന്നത്, നിങ്ങൾക്കൊരു പ്രയാസം വരുന്നത്, അത് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണത്. മാത്രമല്ല, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾക്ക് മോക്ഷമുണ്ടാവണം, നിങ്ങൾക്ക് വിജയം ഉണ്ടാവണം, നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടം വിജയിക്കണം, നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര സുരക്ഷിതമായിരിക്കണം, നിങ്ങളൊരു പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്ലാൻ വിജയിക്കണം എന്നത് വളരെയേറെ താല്പര്യപൂർവ്വം ആഗ്രഹിക്കുന്ന ഒരാൾ ഹരീസുൻ അലൈക്കും. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ സംഗതി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ്, നമ്മൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നമുക്ക് അഭിവൃദ്ധിയും വിജയമൊക്കെ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ തൽക്കാലം ഈ പ്രയാസമുള്ളതൊക്കെ സഹിച്ചോളിയും എന്ന് പറയാണോ നബി? അല്ല, വളരെ കാരുണ്യത്തോടുകൂടെ വളരെ സ്നേഹമിശ്രണമായിക്കൊണ്ടാണ് തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ആ അർത്ഥത്തിലുള്ള ഒരു പ്രവാചകനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനങ്ങളിൽ, അധ്യാപനങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ പ്രകൃതി ഉണ്ടായിരുന്നു. ആ പ്രകൃതിയുമായി, അതായത് പരിസ്ഥിതി ഉണ്ടായിരുന്നു. പരിസ്ഥിതിയുമായി ഉള്ള സൗഹൃദം എങ്ങനെയാണ് പരിസ്ഥിതിയുമായുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ ചില മുൻകൂർ ജാമ്യങ്ങൾ. പരിസ്ഥിതി എന്ന് പറയുന്നത് കുല്ലു മാ ഹൗലൽ ഇൻസാൻ, മനുഷ്യന്റെ ചുറ്റുഭാഗവുമുള്ള എല്ലാം ആണ്. മനുഷ്യന്റെ ചുറ്റുഭാഗവുമുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് സമ്പൂർണ്ണമാണ്, അത് സത്യവുമാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ അതിന് മാത്രം സമയമല്ല. അതുകൊണ്ട് ഞാൻ ഒക്കെപ്പാടെ പറയുന്നില്ല. ഞാനിപ്പോ ഭൂമിയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഭൂമിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടപെടൽ എന്നല്ല, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ രീതിശാസ്ത്രം ലാ ലററ വലാ ളിറാറ, ലാ ലററ വലാ ളിറാറ, ലാ തള്ളിമൂന വലാ തുള്ളിമൂന. നിങ്ങൾ റോങ് ചെയ്യരുത്, നിങ്ങൾ റോങ് ചെയ്യപ്പെടാനും പാടില്ല. നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല, നിങ്ങൾ അക്രമത്തിന് വിധേയരാകാനും പാടില്ല. നിങ്ങൾ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ഒരാളുടെ ഉപദ്രവത്തിന് വിധേയരാവാനും പാടില്ല. ഇതാണ് നബിന്റെ ഏറ്റവും മാസ്മരികമായ അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതിശാസ്ത്രത്തിന്റെ ബേസ് ഇതാണ്. ലാ ലററ വലാ ളിറാറ. നമ്മളാൽ ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അത് പ്രകൃതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. നമ്മളാൽ ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ആരും വന്ന് ഉപദ്രവിക്കാനും പാടില്ല. അതായത് നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കേണ്ടി വരുന്ന ക്രമത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വേറൊരുത്തന്റെ മൂക്കുമ്മ തോണ്ടിയാലാണ് അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വരിക. അപ്പൊ അതിന്റെ അർത്ഥം ഓൻ നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൻ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ട വഴി നമ്മൾ ഉണ്ടാക്കി ഏണി നമ്മൾ വെച്ചു കൊടുക്കരുത് എന്ന് മാത്രം അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം. ലാ ലററ വലാ ളിറാറ. ഈ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് നബിയുടെ പരിസ്ഥിതിയും അതുപോലെ തന്നെ നബിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ പഠനങ്ങളും, നബി ഈ ലോകത്തിന് കൈമാറിയ എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത്. അത് പരിശുദ്ധമായ ഖുർആനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. മനുഷ്യകുലത്തെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? സൂറത്ത് ഹൂദ് 61-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, ഹുവ അൻശഅകും മിനൽ അർളി, അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പടച്ചുണ്ടാക്കിയവനാണ്. വസ്തഅമറകും ഫീഹാ, അതിൽ നിങ്ങളെ പരിപാലനം ഏൽപ്പിക്കുകയും ചെയ്തവനാണ്. അള്ളാഹുവിന്റെ കാര്യം അള്ളാഹു ഈ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്, ഈ ഭൂമിയെ നിങ്ങളെ നാം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോ ഭൂമിയെ നോക്കാനുള്ള താൽക്കാലിക ബാധ്യത നമുക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ പരിപാലിക്കുക, ഭൂമിയെ വളർത്തുക, ഭൂമിയെ സംരക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളുടെ പരിധിയിൽ വന്നിരുന്നു എന്നാണ്. ഒരു പ്രവാചകൻ എന്ന നിലക്ക് വെറും പാരത്രിക ബന്ധിയായ കാര്യങ്ങളിലും ഉപദേശങ്ങളിലും മാത്രം നബി ഒതുങ്ങിയിട്ടില്ല.
മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ആ ദർശനം സ്പർശിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? എല്ലാ മേഖലയെയും സ്പർശിച്ചിട്ടുണ്ട്, എല്ലാ തരം മനുഷ്യന്മാരെയും സ്പർശിച്ചു. അത് നബിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ തരം മനുഷ്യന്മാരെയും. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സ്കെച്ചിൽ നിന്ന് ഇത്തിരി വ്യത്യാസം ഇല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക്? അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സ്കെച്ചിൽ നിന്ന് ഇത്തിരി വ്യത്യാസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനില്ലേ? അവരിലെ 3 പേരിൽ നിന്നും വ്യത്യാസമായിട്ട് അലി ബിൻ അബി താലിബിനില്ലേ? അപ്പം എല്ലാത്തരം സ്വഭാവക്കാരെയും നബി ഉൾക്കൊണ്ടു, എല്ലാത്തരം ആൾക്കാരെയും. പേർഷ്യൻ വംശജനായ സൽമാനുൽ ഫാരിസി, ആഫ്രിക്കൻ വംശജനായ ബിലാൽ ബിൻ റബാഹ്, പിന്നെ അറേബ്യൻ അടിമകളിൽ ഗോത്രവർഗക്കാരനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും തുടങ്ങിയ എല്ലാത്തരം ആൾക്കാരെയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾക്കൊള്ളുകയുണ്ടായി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അപ്പോൾ എല്ലാത്തരം ആൾക്കാരെയും ഉൾക്കൊണ്ടു, എല്ലാത്തരം മേഖലകളെയും, മനുഷ്യന്റെ എല്ലാ മേഖലയും. നബി മനുഷ്യന്റെ കച്ചവടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ വിവാഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ വിവാഹ മോചനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്രമാത്രം സമ്പൂർണവും സുതാര്യവും സമ്പന്നവും സമ്പുഷ്ടവും എല്ലാം ആകാനുള്ള കാരണം എന്താണെന്നറിയോ? നബിക്ക് സൃഷ്ടിക്കാനുള്ളത്, നബിക്ക് പടച്ചെടുക്കാനുള്ളത് ഒരാൾക്കൂട്ടത്തെയല്ല. ഒരാൾക്കൂട്ടത്തെ പടക്കാൻ ഒരു നോട്ടീസ് അച്ചടിച്ചാൽ മാത്രം മതി, ആൾക്കാർ വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉമ്മത്തിനെയാണ്. ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആദർശത്തിന്റെയും ആശയത്തിന്റെയും ജീവിത രീതിശാസ്ത്രത്തിന്റെയും പേരിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഉമ്മത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉമ്മത്തിനെയാണ് നബിക്ക് ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണും കാതും എത്തുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബിയുടെ ഭൂമിയുമായുള്ള നബിയുടെ നയങ്ങൾ, നബിയുടെ കാഴ്ചപ്പാടുകൾ. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ നബി അഭിസംബോധന ചെയ്ത ആദ്യത്തെ സംബോധിതരായ അറേബ്യൻ ജനത ഒരു വലിയൊരു കർഷകരായിരുന്നില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. അവരെ ഏറ്റവും പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്ന ജീവിതസന്ധാരണം കേന്ദ്രീകരിച്ചിരുന്ന കച്ചവടത്തിലായിരുന്നു. അപ്പം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ വിദേശ മാർക്കറ്റുകളിൽ പോയി തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നു, പിന്നെ തങ്ങളുടെ നാടിന് വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു, അത് വിൽക്കുന്നു, ലാഭമുണ്ടാക്കി ജീവിക്കുന്നു. അങ്ങനെയാണ് സാമ്പത്തികമായുള്ള ആൾക്കാർ. സാമ്പത്തികമായി ഇല്ലാത്ത ആൾക്കാരോ ഇവരെ ചുറ്റിപ്പറ്റിയ അടിമകളായിട്ടോ പണിക്കാരായിട്ടോ അങ്ങനെ ജീവിച്ചാടുമേച്ചോ കാലിമേച്ചോ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇങ്ങനെ 2 മേഖലകളാണ് അന്ന് അവിടെ പ്രധാനമായും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ 2 പ്രദേശങ്ങൾ അറേബ്യയുടെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് തായിഫാണ്. തായിഫ് ഒരു കാർഷിക മേഖലയായിരുന്നു. രണ്ടാമത്തേത് യസ്രിബാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്കാണ് ഹിജ്റ പോയത്. ഹിജ്റ പോയതിനു ശേഷം പിന്നെ അത് മദീനത്തുൻ നബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ യസ്രിബും മദീനയും. തായിഫിലേക്ക് വരാം, തായിഫും യസ്രിബും. അപ്പം ഈ തായിഫിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, തായിഫ് ഇസ്ലാമിലേക്ക് വരാൻ ഒരുപാട് വൈകി. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. നബി നേരത്തെ പോയതാണ്, അവിടെ നിന്ന് നിരാശയോടെ മടങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഏകദേശം മക്ക വിജയം കഴിഞ്ഞതിന് ശേഷമാണ് തായിഫ് യുദ്ധം, ഹുനൈൻ യുദ്ധം തുടങ്ങിയ ഒരു പരമ്പര, ഒരു യുദ്ധ പരമ്പര തന്നെ ഉണ്ടായി. അതിനെ തുടർന്നാണ് സത്യത്തിൽ തായിഫ് ഇസ്ലാമിന്റെ അധീനതയിൽ എത്തിപ്പെട്ടത്. എന്നാൽ മദീന അങ്ങനെയല്ല. മദീന ഹിജ്റയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലെത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലെത്തിയാൽ പോലും അവിടുത്തെ കാർഷിക കാര്യങ്ങളൊന്നും മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നില്ല. മദീനയിൽ അവിടെ കാർഷിക കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി, വാള്, പരിച തുടങ്ങിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര്, പിന്നെ ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ സത്യത്തിൽ ജൂതന്മാരായിരുന്നു. അപ്പൊ അത് ജൂതന്മാരുടെ ഒരു മേഖലയായിരുന്നു. അപ്പൊ ഇതൊക്കെ പാടെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിലൊന്നും നബിയുടെ മുമ്പിൽ നിൽക്കുന്ന സമുദായം ഒരു കാർഷിക സംസ്കാരമുള്ള സമുദായമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പോലും, അല്ലെങ്കിൽ എന്നിട്ട് പോലും നബിയുടെ ആദർശങ്ങളിൽ കാർഷിക സംസ്കാരം കടന്നു വന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണത എന്ന് പറയുന്നത്. കാരണം നബി സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഉമ്മത്ത്
അറേബ്യയിലെ ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രമല്ല, അത് ഈ ലോകം വരെ വ്യത്യസ്തമായ മേഖലകളിൽ സൂര്യവെളിച്ചം വീഴാത്ത ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാർ വരെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരിക്കലും മഴ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ലാത്ത ധ്രുവ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ വരെയുള്ള അവർക്ക് എല്ലാവർക്കും വേണ്ടതാണ് ഇസ്ലാം. അതുകൊണ്ട് അവരടക്കമുള്ള ഒരു ഉമ്മത്തിനാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദർശനം അത് അവിടേക്ക് എത്തിപ്പെടുകയുണ്ടായി, കാർഷിക മേഖലയിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ സത്യത്തിൽ കാർഷികബന്ധിയായ ഒരു സംസ്കാരം നബിയുടെ ജീവിതത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ സക്രിയമായോ സജീവമായോ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നബിയുടെ ഈ ഇടപെടൽ, ഭൂമിപരമായ നബിയുടെ ഈ പരിസ്ഥിതിപരമായ ഇടപെടൽ ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടുന്നാണെന്നറിയാമോ? അത് ശരിക്കും തുടങ്ങേണ്ട സ്ഥലമാണ്. കാരണം എന്താ? നബിന്റെ മുകളിലുള്ള ഭൂമി എന്താ? നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമി ആയതുകൊണ്ട് ഒന്ന്. രണ്ട്, കാർഷിക സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് ആർക്കും വേണ്ട ഭൂമി, ആർക്കും ഭൂമി വേണ്ട. അതുകൊണ്ട് ആരും അതിൽ താല്പര്യം കാണിക്കില്ല. എവിടെ വേണമെങ്കിലും ആർക്കും വീട് കയറ്റാം. ഒരു വീട് കയറ്റി അതിൽ താമസിക്കുക, ആരും അവിടെ നിന്ന് ഇറക്കി വിടില്ല. ഭൂമി അവൻ്റെതായിക്കോളുന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ ഭൂമിയോ, ആ ഭൂമി അവന് ആവശ്യമില്ല. അവന് ഈ വീടൊക്കെ മാത്രമേ ഭൂമി വേണ്ടുള്ളൂ. കൃഷി ചെയ്യുന്ന സ്വഭാവമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് കൃഷിയോടുള്ള ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടും കാർഷിക വൃത്തി എന്ന സംസ്കാരം ഇല്ലാത്തത് കൊണ്ടും നബിക്ക് ആദ്യം ചെയ്യാനുള്ള എന്തായിരുന്നു അറിയാമോ? അതുണ്ടാക്കി തീർക്കാൻ ആദ്യം വേണ്ടിയിരുന്നത്. ജനങ്ങളോട് എങ്ങനെ കൃഷി ചെയ്യണം, കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഭൂമിയോട് ഇടപെടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവര് ഭൂമിക്കൊന്നും വരണമല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലത്ത് അനാഥമായി കിടക്കുന്ന അറേബ്യൻ ഭൂമിയിൽ ആ ഭൂമിയെ സനാഥമാക്കാനാണ് ആദ്യമായി ശ്രമിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളോട് ഉപയോഗിച്ചു, ഒരാള് ഒരു വൃക്ഷം നട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ഇറക്കി, എന്നിട്ട് അതില് വിളഞ്ഞ വിളവിൽ നിന്ന് പക്ഷികള് തിന്നുപോയി, കള്ളന്മാര് കട്ടുകൊണ്ടുപോയി, മൃഗങ്ങൾ തിന്നുപോയി, എന്നാൽ പോലും അതവന് ധർമ്മമായി സദഖയായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്താ? അതാ സദഖന്റെ പ്രതിഫലത്തെക്കാളേറെ ഒരു കാർഷിക വൃത്തിയിലേക്ക്, കാർഷിക സംസ്കാരത്തിലേക്ക് ആ ജനങ്ങളെ കൊണ്ടുവരികയാണ്. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഒരാൾ ഭൂമി ഇങ്ങോട്ട് വളച്ചു കെട്ടിയിട്ട് അയാൾ കൃഷി തുടങ്ങുകയാണെങ്കിൽ ആ ഭൂമി അയാൾക്കുള്ളതാണ്. ഉണ്ടോ? അതായത് കൃഷിഭൂമി കർഷകന് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് മുദ്രാവാക്യമുണ്ടല്ലോ, ആ മുദ്രാവാക്യം ലോകത്ത് ആദ്യമായി ഉയർന്നത് മദീനയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. കൃഷി ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടെ ഒരാള് ഭൂമി വളച്ചു കെട്ടി കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അത് അവനുള്ളതാണ്, അത് അവന്റെ സ്വന്തമാണ്. ഒരാളൊരു ഭൂമി എടുത്ത് പരിപാലിച്ചാൽ അത് അവന് സ്വന്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റിവായത്തിൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂമി പച്ചച്ച് നിൽക്കണം, ഭൂമിയിൽ കൃഷി ഉണ്ടാവണം. ഇനി അതിന്റെ സയന്റിഫിക് സൈഡുകൾ പറയേണ്ടതുണ്ട്, ഞാനിപ്പോ പറയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഈ നമ്മൾ നെല്ലുണ്ടാക്കി, നമ്മൾ ചോളമുണ്ടാക്കി, നമ്മൾ കരിമ്പുണ്ടാക്കി, നമ്മൾ തേങ്ങ ഉണ്ടാക്കി, മാങ്ങ ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് പൈസ കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഈ കൃഷിയിൽ വളരുന്ന ഓരോ സസ്യങ്ങളും ഈ പ്രകൃതിയിൽ ഒരു കാര്യം തന്റേതായൊരു സംഭാവന സമർപ്പിക്കുന്നുണ്ട്. ആ സംഭാവന അത് പ്രകൃതിയിലെ വായുവിന്റെ സ്വാധീനമാണ്, വെള്ളത്തിന്റെ സ്വാധീനമാണ്. അത് വെള്ളത്തിൽ കലരുന്നു, അത് വായുവിൽ കലരുന്നു, അത് മനുഷ്യന്റെ ജീവിതത്തിൽ പല സ്ഥലത്തും കലരുന്നു. അതുകൊണ്ട് ഇവ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രകൃതി ബാലൻസ്ഡായി സന്തുലിതമായി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആണ് ഈ കാർഷിക വൃത്തിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഇതേപോലെ കൊണ്ടുവരുന്നത്. മാത്രമല്ല ഈ കാർഷിക വൃത്തി ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ, കൃഷി ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ അതില് മുഖം നോക്കാതെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായി. അതൊരു പ്രോത്സാഹനമാണല്ലോ. എന്താണ് ആ പ്രോത്സാഹനം എന്നറിയാമോ? അതിന്റെ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഹിജ്റ 7-ാം വർഷം ഖൈബർ യുദ്ധം കഴിഞ്ഞ് അവർ പോയി. മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ഖൈബർ ഇസ്ലാമിന് അധീനപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി ജൂതന്മാർ അവിടുന്ന് കെട്ടുകെട്ടണം, ജൂതന്മാർ അവിടുന്ന് പോകണം.
ഖൈബർ അന്നും ഇന്നും കാർഷിക മേഖലയാണ്. ഇപ്പൊ ഖൈബറിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം, അവിടെ കാർഷിക മേഖലയാണ്. ഈ ഇവിടത്തിനനുസരിച്ച് നാട്ടിലത്തെ മാതിരി പുഞ്ചയും മോഡനൊക്കെ ഉണ്ടെന്നല്ല പറയുന്നത്. ഇവിടത്തിനനുസരിച്ചുള്ള കാർഷിക വൃത്തി ഉള്ള ഒരു സ്ഥലമാണ് സത്യത്തിൽ ഖൈബർ എന്ന് പറയുന്നത് ഇപ്പോഴും. അപ്പം അവിടെ ധാരാളം കൃഷിയിടങ്ങളുണ്ട്. ഈ കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് അറേബ്യക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ജൂതന്മാരായിരുന്നു. ആ ജൂതന്മാരാണ് യുദ്ധത്തിൽ തോറ്റതിന്റെ പേരിൽ നാടുവിടാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഈ സമയത്ത് അവരിൽ ചില പ്രമുഖന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിയോട് അവർ പറഞ്ഞു, നബിയെ, ഞങ്ങള് കൃഷിക്കാരാണ്, കണ്ടില്ലേ ഈ ഭൂമി നിറയെ കൃഷിയാണ്, കൃഷിയെപ്പറ്റി ഞങ്ങളാണ് അറിയുന്ന ആൾക്കാർ, അതുകൊണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൃഷി നോക്കി ഇവിടെ നിന്നോളാം, ഞങ്ങൾ നിങ്ങളെ മതത്തിന്റെ മേലെ കുതിരേറാനൊന്നും ഇനി വരൂല, ഞങ്ങളുടെ കൃഷി നോക്കി നടത്താൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പകരമായിട്ട്, സത്യത്തിൽ ഇപ്പൊ യുദ്ധത്തിൽ ജയിച്ചാൽ ഈ കൃഷിഭൂമിയൊക്കെ നബിന്റേതായി പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടേതായി, പൊതുമുതലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ സത്യത്തിൽ നിങ്ങളതാണല്ലോ, പക്ഷെ ഞങ്ങളെ നോക്കി നടത്തിക്കോളാം, അതിന് ഞങ്ങൾ നിങ്ങൾക്ക് വാരം തരാം. വാരം എന്ന് പറയും, പാട്ടം എന്നൊക്കെ പറയും ചില പ്രദേശങ്ങളിലൊക്കെ. അതെത്രയെന്നറിയോ? വിളവിന്റെ പകുതി 50% നിങ്ങൾക്ക് തരാം. 100 പറ ഗോതമ്പുണ്ടായാൽ 50 പറ ഗോതമ്പ് നിങ്ങൾക്ക് തരാം. ഞങ്ങളവിടെ നിൽക്കാൻ വെക്കണം. ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരുടെ അപേക്ഷയാണ് നബിന്റെ മുമ്പിൽ പോയി വന്നിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി ഈ വിഷയത്തിൽ എത്ര താല്പര്യം കാണിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ അത് തന്നെ മതിയാകും. ആരുടെ 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 അപേക്ഷയാണിത്? ഇത് ജൂതന്മാരുടേതാണ്. അവര് പിന്നെ ബനൂ നളീറിൽപ്പെട്ടവരുണ്ട്, ബനൂ ഖുറൈലയിൽപ്പെട്ടവരുണ്ടാവും, രണ്ടും ഉണ്ടാവാനാണ് സാധ്യത. എന്തായിരുന്നാലും ബനൂ നളീറും ഖുറൈലും എന്ന് പറഞ്ഞാല് അവര് ഇവിടെ അല്ല ജീവിച്ചിരുന്നത്, ഖൈബറിലല്ല അവർ ജീവിച്ചിരുന്നത്, അവർ മദീനയിലാണ് ജീവിച്ചിരുന്നത്. മദീനയിൽ നിന്ന് അവർ അടിച്ചു വിട്ടതാണ് സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഹിജ്റ 4-ാം വർഷത്തിലായിരുന്നു ബനൂ നളീറിനെ നാടകീട്ടത്. അവര് അസാംസ്കാരികമായി പെരുമാറി. മുസ്ലിമീങ്ങളിൽ ഒരു പെണ്ണിന്റെ മാനം കവരാൻ ശ്രമിച്ചു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വിശ്വാസവഞ്ചനയാണ്. നബി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തുമേ ലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്താണ് പോകാം, മദീനയിൽ നിൽക്കാൻ എന്തായാലും പാടില്ല. അങ്ങനെ അവർ ആട്ടിവിട്ടതാണ് അവരെ. അഹ്സാബ് യുദ്ധത്തിൽ സഖ്യസേനയെ പിന്നിൽ നിന്ന് സഹായിച്ചു ബനൂ ഖുറൈള എന്നതായിരുന്നു. ബനൂ ഖുറൈള ഹിജ്റ 5-ാം വർഷം ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആണ് അവർക്കെതിരെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ് അവർക്കെതിരെ വിധി പറഞ്ഞത്, നബിയെ അവരെ ഓരോരുത്തരെയും കൊന്നുകളയണം എന്ന് പറഞ്ഞത്. അവരിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരാണ് ഈ പോകുന്ന ആൾക്കാർ. ഇത്രയും വലിയ ശത്രുവാണ്. മാത്രമല്ല, വലൻ തർള അൻകൽ യഹൂദു ഹത്താ തത്തബിഅ മില്ലതഹും, അത് ഇപ്പോഴും നമ്മളെ ഖുർആനിലുള്ളതാണ്, അത് ലൈവാണ്. എന്താണ് പറയുന്നത്? നബിയെ, നിങ്ങൾ അവരോട് ഉപദേശിച്ചിട്ടൊന്നും ജൂതന്മാർ നന്നാവില്ല, നിങ്ങൾ അവർക്കെതിരെ ലേഖനം എഴുതിയിട്ടൊന്നും ജൂതന്മാർ നന്നാവില്ല, നിങ്ങൾ അവർക്കെതിരെ വീറ്റോ ഉപയോഗിച്ചാലൊന്നും ജൂതന്മാർ നന്നാവില്ല. അവർക്ക് തൃപ്തി വരണമെങ്കിൽ നമ്മൾ പോയി ജൂതന്മാരാവണം, എന്നാലേ ഓർക്ക് തൃപ്തി വരുള്ളൂ, അങ്ങനെ ഓലെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞു. അത്രമാത്രം വലിയ ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം പോകുന്നത് ജൂതന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും ഒക്കെയാണ് എന്ന് ചില തഫ്സീറുകളിലുണ്ട്, നമുക്കറിയാം. അപ്പോ അത്രയും വലിയ ശത്രു, ആ ശത്രു നബിനോട് ചോദിക്കുകയാണ്. അവരെ അവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ചെയ്തത്. ആ യുദ്ധം എന്ന് പറയുന്നത് എത്രമാത്രം പ്രയാസപ്പെട്ട് ചെയ്ത യുദ്ധമായിരുന്നു അറിയാമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ സേനാ നായകന്മാരൊക്കെ പരാജയത്തോടുകൂടി പിന്മാറി. നബി തന്നെ പറഞ്ഞു, രാത്രി പറഞ്ഞു, നാളെ ഞാൻ ഒരാളെടുത്ത് ഈ വാള് കൊടുക്കും, അയാളെ കയ്യാൽ ഖൈബർ വിജയിക്കും എന്ന് പറഞ്ഞാല് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എത്രമാത്രം റിസ്ക് എടുത്തുകൊണ്ട് ജയിച്ച ഒരു വിജയമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലൂടെയാണ് അവസാനം ഖൈബർ വിജയിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആ ഖൈബർ യുദ്ധത്തിൽ ഇത്രമാത്രം വലിയ ശത്രു, അത്രമാത്രം റിസ്കോട് കൂടി അവരെ പരാജയപ്പെടുത്തിയിട്ട് അവര് വന്ന് അപ്പൊ തന്നെ നബിനോട് ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങളെ ഭൂമിയൊക്കെ നോക്കാൻ ഞങ്ങളെ തന്നെ തരുമോ? ഞങ്ങൾ നിങ്ങൾക്ക് 50% പാട്ടം തരാം എന്ന്. മഹാനായ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ? നബി അത് അനുവദിച്ചു കൊടുത്തു. നബി അത് അനുവദിച്ചു കൊടുത്തു. ചരിത്ര പുസ്തകങ്ങൾ നോക്കൂ, ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കൂ. അതാണ്, അതായത് ശത്രുവിനെ പോലും അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയെ പരിപാലിക്കുന്ന വിഷയത്തിൽ ശത്രുവിന്റെയും മിത്രത്തിന്റെയും മുഖങ്ങളെ വെവ്വേറെ കാണേണ്ടതില്ല എന്ന സംസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ കാലത്തെയും ശത്രുക്കളായ ജൂതരെ ഭൂമി ഏൽപ്പിക്കാൻ നബി തീരുമാനിച്ച അങ്ങനെയാണ്. പിന്നെ അത് ഒന്ന്, അതായത് ഔലവിയ്യത്ത് അതിനാണ്.
അതായത് പ്രിഫറൻസ് അതിനാണ് കൊടുത്തത്. പിന്നെ അവിടെ രണ്ടാമത്തെ ഒരു എലമെന്റ് അവിടെ ഉണ്ട്, രണ്ടാമത്തെ ഒരു ഘടകം ഉണ്ട്. അതെന്താണെന്നറിയോ? ഹിജ്റ 7 ആയപ്പോഴേക്ക് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾക്കാരിൽ ഒരു കാർഷിക സംസ്കാരം വളർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ ഏൽപ്പിക്കുമായിരുന്നു സ്വാഭാവികമായും നബി. പക്ഷെ അങ്ങനെ മാത്രമല്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബദർ, ഉഹദ്, ഖന്തക്ക്, ഇതിനിടയിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഹുദൈബിയ ട്രീറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിലൊന്നും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് സഹാബിമാർ പൊതുവെ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളടുത്ത് ആളില്ല, ഉള്ള ആൾക്കാർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും അവരെ പരിഗണിക്കാം. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഭൂമിന്റെ കാര്യത്തിൽ വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് പൊതുമേഖലയുടെ കാര്യമാണ്. പൊതുമേഖല ഇപ്പൊ നമ്മള് കയ്യേറ്റങ്ങളുടെ കാലമാണല്ലോ. ഇപ്പൊ പട്ടയം ഉണ്ടെന്നും ഇല്ലാന്നും, ഉള്ള പട്ടയം ഇന്ന പട്ടയാണെന്നും അല്ലാതും, ആ പട്ടയം കൂട്ടുമെന്നും കൂട്ടൂലാന്നും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പൊതുഭൂമി പബ്ലിക് യൂട്ടിലിറ്റീസിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ശരിക്കും. അത് പൊതുവായി എല്ലാവർക്കും വേണ്ടതാണ്. ഓരോരുത്തരുടെയും സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് പുറമെ സമൂഹത്തിന് മൊത്തത്തിലുള്ള ആവശ്യം ഉണ്ടാവും. ആ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുമേഖലയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച ശ്രദ്ധ. അതിനെ സംബന്ധിച്ച് നമ്മൾ യമനിൽ നിന്ന് നമുക്കൊരു ചെറിയ കഥയുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ യമനിൽ നിന്ന് കർഷകനായിരുന്ന അബിയവ് ബിൻ ഹമ്മാൽ എന്ന് പറയുന്ന ഒരാൾ വന്നു. അദ്ദേഹത്തിന് പിന്നെ യമനില് നബിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. അതായത് നബിയുടെ പ്രബോധനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. യമനൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വന്നതിന് ശേഷമുള്ള സംഭവമാണത്. അബിയവ് ബിൻ ഹമ്മാലിന്റെ ആവശ്യം എന്നാണ്, മഗ്രിബിൽ ഒരു ജലസ്രോതസ് ഉണ്ട്, അത് തനിക്ക് നൽകണം നബി. അത് ഞാൻ നോക്കി നടത്തിക്കോളാം, എന്റെ കൃഷിക്കൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും മറ്റേ ഞാൻ നോക്കി നടക്കോ നബി, അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാർഷിക സംസ്കാരം നബി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരാളൊന്ന് വേണമെന്ന് ചോദിച്ചാൽ അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നബി അത് അന്നായിക്കോട്ടെ എന്ന് പറയലോ. അത് അറിഞ്ഞുകൊണ്ടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ അബിയൽ വന്നിരിക്കുന്നത്. അബിയൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ അവിടെ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒക്കെ ഉണ്ട്, അത് എനിക്ക് വേണം. അപ്പൊ നബി പറഞ്ഞു, ഒന്നായിക്കോട്ടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട ഉടനെ ഒരു സദസ്യൻ, ആ സ്ഥലത്തിന്റെ ജിയോഗ്രഫി ശരിക്കും അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, നബിയെ നിങ്ങളിപ്പോ നൽകിയത് ഒരു ഉപ്പുപാടമാണ്. ആ ഉപ്പുപാടം എന്ന് പറയുന്നുണ്ടല്ലോ, ഉപ്പ് വാറ്റുന്ന അല്ലെങ്കിൽ ഉപ്പ് കുറുക്കിയെടുക്കുന്ന സ്ഥലം ഉപ്പുപാടമാണ് എന്നറിയിച്ചു. നിങ്ങളിപ്പോ ഇയാൾക്ക് ഇയാൾ ആവശ്യപ്പെട്ട അത് ഒരു ഉപ്പുപാടമാണ്. അപ്പോ നബി പറഞ്ഞു, എന്നാൽ ഞാൻ കൊടുത്തത് തിരിച്ചെടുക്കാണ്. ഉപ്പ് എന്ന് പറയുന്നത് അത് പൊതുമേഖലയിൽ സംരക്ഷിക്കേണ്ട കാര്യമാണ്. അതിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ പാടില്ല, അതിനെ പൊതുമേഖലയിലാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അത് എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് അതൊഴിവാക്കിയിട്ട് വേറെ ഭൂമി ആണെങ്കിൽ എടുത്തോളൂ ഉണ്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുമേഖലയിലുള്ളത് പൊതുമേഖലയിൽ തന്നെ നിൽക്കണം. മറ്റൊരു കാര്യം, അങ്ങനെ വരുന്നവർക്കൊക്കെ പാടെ വാരിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും ശരിക്കും നോക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ചെറിയൊരു ഉദാഹരണമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബനു ബക്കർ ഗോത്രത്തിലെ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബനു ബക്കറും ബനു തമീമും പരസ്പരം ശത്രുക്കളാണ്. ബനു ബക്കർ, ബനു തമീം രണ്ട് കൂട്ടക്കാരാണ്. അതിൽ ബനു ബക്കർ വംശത്തിലെ ഒരു ഹുറൈസ് എന്ന് പറയുന്ന ഒരാൾ നബിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഭൂമിയെ പറ്റി പറഞ്ഞു. നബി പറഞ്ഞു, അതും യമൻ പ്രവിശ്യയിലാണ്. നബിയെ, ആ ഭൂമി ഞങ്ങൾക്ക് തരണം, ഞങ്ങളെ കുടുംബത്തിന് തരണം, ഞങ്ങൾ അവിടെ താമസിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നബി പറഞ്ഞു, ആയിക്കോട്ടെ. ആ ഭൂമിന്റെ പേര് ദഹ്നാ എന്നാണ്. ദഹ്നാ, ആ ഭൂമി അവരെടുത്തോട്ടെ എന്ന് വെച്ചു. അത് കേട്ട ഉടനെ ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നുകൊണ്ട് നബിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ അവർക്ക് നൽകുന്ന ഈ ഭൂമി ഇത് ഒരു മേച്ചിൽ ഭൂമിയാണ്. ഒരു മേച്ചിൽ ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുപാടത്തെ പോലെ തന്നെയാണ് മേച്ചിൽ ഭൂമിയും. മേച്ചിൽ ഭൂമിയും പൊതുമുതലാണ്. അത് നബി അയാൾക്ക് കൊടുക്കുന്നതിൽ ചില പ്രയാസമുണ്ട്, മേച്ചിൽ ഭൂമി ആയതുകൊണ്ട്. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം, അതിന്റെ തൊട്ടു പിന്നിലാണ് ബനു തമീം കുടുംബക്കാരുടെ സെറ്റിൽമെന്റ്. അവരുടെ വീടുകളൊക്കെ അവിടെയാണ്, അവരുടെ ഗ്രാമം അവിടെയാണ്. അതുകൊണ്ട് ഇയാൾക്കത് കൊടുത്താൽ ഒരു പൊതുമേഖലയിലുള്ള ഒരു സാധനം കൊടുക്കുന്നു എന്നുള്ള ഒരു കുഴപ്പം മാത്രമല്ല, ഇയാള് ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഈ ഭൂമിയിൽ വന്ന് തമ്പടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ശത്രുതയിൽ നിൽക്കുന്ന ബനു ബക്കറും ബനു തമീമും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലേക്കാരം. ഇത് വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പിന്നെ അത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഒരു സ്ത്രീ അഭിപ്രായപ്പെട്ടു എന്നാണ്.
അവസാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹോദരി പറയുന്ന വാദം ശരിയാണ് എന്ന് കണ്ടെത്തുകയും ഈ തീരുമാനത്തിന് പിന്നോട്ട് പോവുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ഉണ്ടാവുകയും ചെയ്തു. പിൽക്കാലത്ത് മഹാനായ നബി പല സഹാബിമാർക്കും ഭൂമി മുറിച്ചു കൊടുത്തു എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദബുൽ മുഫ്രദിൽ പറയുന്നുണ്ട്, ബിലാൽ അൽ മുസ്നി റളിയല്ലാഹു അൻഹുവിനിക്ക് ചില റിവായത്തുകളിലൊക്കെ ബിലാൽ ബിൻ റബാഹ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെതായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കൂടുതൽ സാധ്യത ബിലാൽ അൽ മുസ്നി റളിയല്ലാഹു അൻഹുവിനിക്കായിരിക്കാം. അല്ലാഹു അലം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭൂമി കൊടുത്തു. അദ്ദേഹം അതിൽ കൃഷിയൊന്നും ചെയ്യാതെ ഇട്ടു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹുവിനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, ബിലാൽ, ഒന്നുകിൽ ഭൂമിയിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഭൂമി വിട്ടുതരാം, അത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ആ കാർഷിക സംസ്കാരമൊക്കെ വളരെ വലിയ വികാസത്തിലേക്ക് പോയ ഒരു കാലമായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലം. ഉമർ റളിയല്ലാഹു അതിലൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലം വളരെ കുറവായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ തികഞ്ഞ ആഭ്യന്തര പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴത്തേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഖലീഫ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം ബിലാൽ പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും തരൂല, അതെനിക്ക് നബി തന്നതാണ്, അത് ബർക്കത്തിന്റെ ഭൂമിയാണെന്ന്. അപ്പോ പറഞ്ഞു, ഉമർ റളിയല്ലാഹു പറഞ്ഞു, നീ തരുന്നില്ലെങ്കിൽ ബലമായി ഞാൻ മേടിക്കും. ഭൂമി എന്ന് പറയുന്നത് കൃഷി ചെയ്യാനുള്ളതാണ്, കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അത് കൃഷി ചെയ്യുന്നതിന് കൊടുക്കണമെന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെല്ലാം ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കണം, എന്നിട്ട് ആ സസ്യലതാദികൾ പ്രകൃതിക്ക്, വായുവിന്, വെള്ളത്തിന്, മനുഷ്യന്, ജീവജാലങ്ങൾക്ക് നൽകുന്ന അതിൻ്റെതായ സംഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കാം. അത് മുറിഞ്ഞാൽ, കൃഷിയില്ലാതെയായാൽ, സസ്യലതാദികൾ ഇല്ലാതെയായാൽ, ഭൂമിയുടെ ഉപരിഭാഗത്തെ പച്ചപ്പ് ഇല്ലാതെയായാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബീയത്തിൽ, നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നബി ആദ്യം ശ്രമിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിൽക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, പരിസ്ഥിതി എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ഉദാഹരണം മാത്രം വായിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ പോവുകയാണ് എങ്കിൽ നമുക്ക് പിന്നെ ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കൃഷി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ ആ പ്രോത്സാഹനം നമുക്കറിയാം. മാത്രമല്ല നബി അതിന്റെ ഒരു അവസാനം പറഞ്ഞു. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ ആ കാര്യവും പറയുന്നുണ്ട്. ഇൻ ഖാമത്തിസ് സഅത്തു, ഖിയാമത്ത് നാള് ആരംഭിച്ചു, കയ്യില് ഒരു ചെടിയുണ്ട്, ഒരു തൈയുണ്ട്, ആ തൈ നടാൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ എങ്കിൽ അതിനെ നടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഉണ്ടോ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ വെള്ളം, വായു, അതിലേക്ക് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വെള്ളം എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി മാത്രം ഒരു ദിവസം സംസാരിക്കേണ്ടതുണ്ട്. വെള്ളത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം മലിനമാകുന്നതിനെ പറ്റി വളരെ കൃത്യമായി പറഞ്ഞു. ഇത്തഖുൽ ലആൻ, ലആനെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ജനങ്ങളുടെ ശാപം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ. ഇത്തഖുൽ മലായിന സ്ഥലാത്ത് അഫ്വൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന സഹീഹ് ഹദീസ്. അത് പിന്നെ ഒന്ന്, വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്ന ആള്, അതുപോലെ തന്നെ ജനങ്ങളുടെ വഴി വന്ന് കൂടുന്ന സ്ഥലങ്ങളിൽ, ജനങ്ങളുടെ വഴിയിൽ തന്നെ പിന്നെ ജനങ്ങൾ വിശ്രമിക്കുന്ന നിഴലിൽ വിസർജനം ചെയ്യുന്ന ആള്, ഇവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്, അത് സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല, ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇ ദാഇമി വലാ യഗ്തസിലു ഫീഹി, സജീവമായ ഒരു ഉറവിടത്തിൽ ഒരാൾ മൂത്രമൊഴിക്കുകയും പിന്നെ അതിൽ തന്നെ കുളിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ വെള്ളത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, വെള്ളത്തെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇവിടെ വുളു എടുക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയൊരു വസ്വാസ് ഉണ്ടായിരിക്കാം. അദ്ദേഹം വീണ്ടും സൂക്ഷ്മതയോട് ആവർത്തിച്ച് കഴിക്കുമ്പോൾ പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മാ ഹാദ സർഫു യാ സഅദ്, സഅദേ, എന്താണ് ഈ ദുർവ്യയം? എന്താ വെള്ളം എത്രമാത്രം ടാപ്പാണ് തുറന്നിട്ട് കണ്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു അന്തം വിട്ടുപോയി. ചോദിക്കുകയാണ്, അഫിൽ വുദൂഇ സർഫുൻ, നബിയെ വുദു എടുക്കണോടത്ത് പോലെ ഏറെ ആവലുണ്ടോ? വുദു എന്ന് പറഞ്ഞാൽ നല്ലോണം എടുക്കാനാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു ഏറലുണ്ടോ എന്ന് ചോദിച്ചാൽ നാം വിശ്വാസമാതങ്ങൾ പറഞ്ഞു, വൈൻ കുന്താല നെഹ്റിൻ ജാരിൻ, നീ ഒരു ഒലിക്കുന്ന പുഴയുടെ വക്കത്തിരുന്ന വുദു എടുക്കണമെങ്കിലും ആ വെള്ളത്തെ സൂക്ഷിക്കണം, അത് അമൂല്യമാണ് വിശ്വാസമാതങ്ങൾ പറഞ്ഞു.
അതേപോലെ തന്നെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകളുടെ ശുദ്ധി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു തയ്യിബ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു നല്ലവനാണ്, വൃത്തിയുള്ളവനാണ്, അവൻ അവയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫനളിഫു അഫ്നിയതക്കും, നിങ്ങളുടെ വീടിന്റെ മുറ്റങ്ങളൊക്കെ വൃത്തിയാകാം. വലാ തശബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരെ പോലെ ആകരുത്. ജൂതന്മാരങ്ങനെയാണ്, ഒരു വൃത്തി ഉണ്ടാവില്ല, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ആകരുത്. കണ്ടോ, അതിനെപ്പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളത്തെ പറ്റി പറഞ്ഞു, മറ്റു ജീവികൾ, ജീവജാലങ്ങൾ, അവർക്കൊക്കെ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഉറുമ്പിനെ കൊന്നതിന്റെ പേരിൽ, ഒരു ഉറുമ്പിനെ കരിച്ചതിന്റെ പേരിൽ, അത് മനോഹരമായ ഒരു ചരിത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. അപ്പോ ആ പ്രവാചകന് ദേഷ്യം വന്നു. ആ ഉറുമ്പുകളുടെ മാള നോക്കി അത് കത്തിച്ചു കളയാൻ ആ പ്രവാചകൻ പറഞ്ഞു. അനുയായികൾ ആരോടാണ്. അപ്പൊ അള്ളാഹു വഹി നൽകി, ഒരു ഇൻ ഖറസത്ക നംലത്തുൻ, നിന്നെ ഒരു ഉറുമ്പ് കടിച്ചുവെങ്കിൽ അഹ്റഖ്ത ഉമ്മത്തൻ തസ്ബഹു ലില്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരു സമൂഹത്തെ നശിപ്പിച്ച് കളയുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്രയും വലിയ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന, നമ്മൾ വിചാരിക്കും പൂച്ചക്ക് എന്തിനുള്ളതാണ്, നമ്മളെ ശല്യപ്പെടുത്താൻ മാത്രമുള്ളതാണോ, കോഴി എന്തിനുള്ളതാണ്, ആട് എന്തിനുള്ളതാണ്, ഉറുമ്പ് എന്തിനുള്ളതാണ്, തേനീച്ച എന്തിനുള്ളതാണ്, ഇതൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. നമ്മൾ അതിനെപ്പറ്റി പഠിക്കാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ നോക്കൂ, മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകാം. കപ്പലൊരുക്കിയിരിക്കുകയാണല്ലോ അദ്ദേഹം കപ്പലിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൗഹൈനാ ഇലൈഹി അനിസ്നാഇൽ ഫുൽക ബിഅയ്യിനിന, നമ്മുടെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് കപ്പൽ ഉണ്ടാക്കാൻ നാം ദിവ്യബോധനം നൽകി. വഹീന, നമ്മുടെ വഹീ അനുസരിച്ചും. ഫഇദാ ജാഅ അംറുനാ വഫാറത്ത അന്നൂർ ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈനി സിനൈൻ, എല്ലാ രണ്ടിണകളെയും. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, രണ്ടിണകളെ എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ വംശനാശത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആണിനെയും പെണ്ണിനെയും കയറ്റുക, എല്ലാ ജീവികളെയും കയറ്റാന്നല്ല, എല്ലാ ജീവികളെയും കയറ്റാൻ മാത്രം കഴിഞ്ഞോളുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഓരോ ജീവികളും മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ പുറത്തല്ല. അതുകൊണ്ട് ഒരു തൂഫാൻ എന്ന് പറയുന്ന പ്രളയമൊക്കെ വന്ന് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് നമ്മളിപ്പോ ഓരോ നാട്ടിലെ ഓരോ എറുമ്പിനെയും തെരഞ്ഞു പോകുക നമുക്ക് നടക്കൂല. എന്നാൽ ഒരാണെറുമ്പിനെയും ഒരു പെണ്ണെറുമ്പിനെയും കപ്പലിൽ കയറ്റുക, എന്നാൽ അതുകൊണ്ട് നമുക്ക് ആ വംശത്തെ നിലനിർത്താൻ കഴിയും അള്ളാഹു പറയുകയാണ്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പൊതുവായ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. രോഗമുള്ളവൻ രോഗമില്ലാത്തവന്റെ അടുക്കലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു പ്ലേഗ് രോഗം വന്നാൽ അത് പടരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. പ്ലേഗ് രോഗം വന്ന സ്ഥലത്തേക്ക് ആരോഗ്യമുള്ളവർ പോകരുത്, അവിടെ നിന്ന് രോഗം ബാധിച്ചവരാരും പുറത്തേക്ക് പോകരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ മനോഹരമായ സ്പർശനങ്ങളാണ്. നമ്മെയും നാം ജീവിക്കുന്ന നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കാൻ വേണ്ടി, അതിന്റെ സംരക്ഷണവും സുരക്ഷയും നിലനിൽപ്പും ഉറപ്പുവരുത്താൻ വേണ്ടി ആ പ്രവാചകൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്തിനോക്കാത്ത മനുഷ്യജീവിതത്തിന്റെ മാർഗങ്ങളുണ്ടോ, ആ മാർഗങ്ങളിലൊക്കെ തന്നെയും അവിടെ നിന്നുകൊണ്ട് അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം സല്ലല്ലാഹു അലൈക അല്ലാഹു വസല്ലമ യാ റസൂലല്ലാഹ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.